മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ സെപ്റ്റംബർ മാസത്തിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. എല്ലാ മാസവും ഈ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സെപ്റ്റംബർ 15 തീയതി തൊട്ട് 21 തീയതി വരെയാണ് ഈ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കില്ല. പുതിയ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ്, പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി ഈ വ്യക്തി ആരെയാണ് ഭയപ്പെടുന്നത്? ഈ ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ഈ ഒരു എനർജിയിലോട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഓവറോൾ എനർജിയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്, ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ലവേഴ്സ് ആയിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ ലവർ ആയിരിക്കാം ഈ പേഴ്സൺ. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിരിക്കാം. സോ നിങ്ങൾ ലവേഴ്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇവിടെ ഇന്റിമസി വളരെയധികം കുറവായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇന്റിമസി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കെയറിങ്, എവിടേക്കോ എന്തൊക്കെയോ നമ്മൾ പറയില്ല, എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ, അല്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു പോരായ്മ പോലെ, എന്തൊക്കെയോ പോരായ്മകൾ എവിടേക്കോ ഉണ്ട്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, ഇപ്പൊ ലവേഴ്സ് അല്ല, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇവിടെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞുണ്ടാകാനായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വഴക്കുകളായിരിക്കാം നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ലവേഴ്സിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്കിടയിൽ എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അത് വിശ്വാസമായിരിക്കാം. ഇപ്പോൾ ഈ ഒരു പുരുഷൻ, ഈ ഒരു വ്യക്തി ഈ ഒരു സ്ത്രീനോട് എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസിങ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ലേഡി അതായിട്ട് വില്ലിങ് ആകുന്നില്ല. കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. സോറി, എനിക്ക് താല്പര്യമില്ല, എന്നോട് സംസാരിക്കരുത്, എനിക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ലേഡി നിൽക്കുന്നത്. അപ്പൊ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നത്, ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകൾ സ്വയമായിട്ട് നിങ്ങൾ രണ്ടുപേരും ക്രിയേറ്റ് ചെയ്തേക്കണേണ്. കാരണം ആ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദികളും നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നമുക്ക് തുറന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംസാരം ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ സംസാരിക്കാൻ വരുമ്പോൾ ഒരാൾ കൺവിൻസിങ് ചെയ്യാൻ വരുമ്പോൾ മറ്റൊരാൾ തെന്നി മാറുന്നതായിരിക്കാം. അല്ലെങ്കിൽ ലേഡി വരുമ്പോൾ പുരുഷൻ മാറുന്നതായിരിക്കാം. അങ്ങനെ ഈ ഒരു കണക്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ റിലീസ് കൺട്രോൾ ആണ്. ഇവിടെ കൺട്രോളിങ് പവർ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെന്ന് പറയുന്നത് അത്യാവശ്യം അത്യാവശ്യം സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള എനർജിയിലൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. എന്നാലോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് ആൾക്കാരുടെ ഒരു ഇഷ്ടമായിരിക്കാം, അഭിപ്രായങ്ങളായിരിക്കാം, എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൽ ഒരു പേഴ്സൺ വളരെയധികം ഫ്രീഡമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതിൽ മറ്റേ പേഴ്സൺ, അതായത് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ വളരെ ഫ്രീഡമാണ്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു കൺട്രോളബിൾ ആയിട്ട്, അതായത് മറ്റുള്ളവരുടെ അഭിപ്രായവും കൂടി കേൾക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതും കൂടി അനുസരിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന, കാരണം അതൊരു ഗതികേടായിരിക്കാം. ഇപ്പൊ സ്വന്തമായിട്ട് അങ്ങനെ അനുസരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലായിരിക്കാം, അതൊരു ഗതികേടായിരിക്കാം, അതൊരു അവസ്ഥയായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആ ഒരു കൺട്രോള് ഈ പേഴ്സൺ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും എവിടേക്കോ പാളിപ്പോകുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു
എനർജിയിലേക്ക് വരാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ആ ഒരു കൺട്രോൾ റിലീസ് ചെയ്യാനായിട്ട്, ആ ഒരു പ്രശ്നങ്ങളുടെ മുകളിലേക്ക് പറന്നുയരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ പാളിപ്പോകുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നു. ഓക്കെ, അതുപോലെ യു ഡോണ്ട് നീഡ് സം വൺ എൽസ് ടു ഫിക്സ് യു എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റാരൊക്കെയോ ഈ പേഴ്സന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ പറയുന്നത് പോലെയും കൂടി ഈ പേഴ്സൺ പ്രവർത്തിക്കണം, ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതാണ് സത്യം, ആ ഒരു മോഡലിലൊക്കെ പോകുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നത് പോലെയാണ് ഈ പേഴ്സൺ പോകുന്നത്, അല്ലെങ്കിൽ അതുപോലെ എന്താ പറയാ, അതുപോലെ ചെയ്യാനേ പറ്റുന്നുള്ളൂ, അത് അവർ പറയുന്നത് പോലെ അനുസരിക്കാനേ സാധിക്കുന്നുള്ളൂ എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മറ്റാരുടെയും ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റാരുടെയും എന്താ പറയാ, മറ്റാരുടെയും സപ്പോർട്ട് ആവശ്യമില്ല, ഞാൻ ഒറ്റക്ക് തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നുള്ളൊരു ധ്വനി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഭിപ്രായവും കൂടെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ആദ്യമൊക്കെ ചിലപ്പോൾ തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ട് ഈ വ്യക്തി അതേപാടെ അനുസരിച്ചിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാകാം തേർഡ് പാർട്ടി പറയുന്നത് മണ്ടത്തരമാണെന്നും, തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ള ബോണ്ടിങ്, നിങ്ങളായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുമെന്നും, നിങ്ങളുടെ മുന്നിൽ നിന്നും ഈ വ്യക്തിക്ക് അകന്ന് കഴിയേണ്ടി വരുമെന്നും ഒക്കെ അങ്ങനത്തെ ഒരു തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ ആക്ച്വലി ഈ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി അല്ല, ഈ പേഴ്സണെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ സ്വന്തം അമ്മ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. മാൻ ഹോൾഡിങ് എ കോയിൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പേഴ്സൺ പകുതി മുക്കാലും ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയും കൂടെ വരുന്നത്, അതിൻ്റെ ഇടയിലാണ് നിങ്ങളും വരുന്നത്. അപ്പോൾ എല്ലാം കൂടി ഈ പേഴ്സണ് മാനേജ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഈ വ്യക്തി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അത് ചെയ്യാതിരിക്കാൻ ഒരു വഴിയില്ല. ചിലപ്പോൾ ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാം. ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നത്, ഈ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അത് കിട്ടിയേ തീരൂ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, ഒന്നോ രണ്ടോ മൂന്നോ നാലോ ജോലികൾ ഒരേ സമയം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി, ആ ഒരു ലവ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് എന്നാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ മാറ്റി വെച്ചിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടാകാം. ഓക്കെ, അതായത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളായിട്ടുള്ളൊരു നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ട് ചിലപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാകാം, കല്യാണത്തിലോട്ട് എത്തുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ആൾക്കാരുടെ ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഒരു ഇഷ്ടപ്പെടാത്ത രീതി, അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരിക്കാം, മറ്റുള്ളവർ ഈ പേഴ്സണെ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ പേഴ്സൺ അതിനൊന്നും ഉത്തരവില്ല എബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും. അപ്പോൾ അങ്ങനെ വരുമ്പം ഉറപ്പായിട്ടും മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലോട്ടാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സണ് പേടിയുണ്ട്. ഓക്കെ, ആ ഒരു പേടിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് എന്തായി തീരും, ഏതവസ്ഥയിലേക്ക് പോകും എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പേഴ്സൺ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്
ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ സെൽഫായിട്ട് ചെയ്യുന്നുണ്ട്. അത് വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും കൂടിയാണ്. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, നന്ദി പറയാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം. ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് പ്രാർത്ഥന ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഈ പേഴ്സൺ വിശ്വസിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നായിരിക്കാം. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ടും അതെങ്ങനെയെങ്കിലും നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നതായിട്ടും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും എന്ന് വിചാരിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായിട്ട് ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ നന്ദി പറയുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റിവിറ്റി തോന്നിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരിക. അതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഓൾറെഡി ദൈവവിശ്വാസി ആയിരിക്കാം. കമ്മിറ്റ്മെന്റ്, ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും പാർട്ട്ണറായിട്ട് വരേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് നിർബന്ധമാണ്, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ പേഴ്സന്റെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടും നിങ്ങളായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചോ നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്നതിനെ കുറിച്ചോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കില്ല. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഫ്യൂച്ചർ പാർട്ട്ണർ ആക്കി എടുക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ചേഞ്ച് എന്ന് പറയുന്ന എനർജിയാണ്. ആൻഡ് ഓൾസോ നമുക്ക് ദുർഗാമ്മയുടെ ഒരു പിക്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു നീല കളർ, ആ ഒരു ബ്ലൂ കളർ ബട്ടർഫ്ലൈ ആണ് നിങ്ങളുടെ സൗന്ദര്യത്തിനെയും ആകർഷണത്തിനെയും അട്രാക്ഷനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഇതിൽ ദേവിമാരെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ടാകാം. ചോറ്റാനിക്കരമ്മ, കൊടുങ്ങല്ലൂരമ്മ, ഭദ്രകാളി ദേവി, അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി അമ്മ, ഇങ്ങനെ ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബദേവത തന്നെ ആയിരിക്കാം. അപ്പോൾ ഒരുപാട് ദേവിമാർ, അതായത് ഗോഡസിനെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ കടാക്ഷമുണ്ട്. കാരണം ചേഞ്ച് ആണ്, അതൊരു വ്യത്യാസത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അത്രയും പ്രാധാന്യം നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കിട്ടും. ദേവി അത് പ്രസാദിക്കും, നിങ്ങൾക്കത് തിരിച്ചു തരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പേടിക്കണ്ട, വലിയൊരു ചേഞ്ചിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചേഞ്ച് എന്ന് പറയുന്നത് മാറ്റമാണ്, മാറ്റം എന്നും അനിവാര്യമാണ്, മാറ്റം വേണം. ആ മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഈ റീഡിങ് കാണുന്നത് പോലും അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു മാറ്റമുണ്ട്, മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്തൊക്കെയാണോ, ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആയിരിക്കാം, പാപങ്ങളായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം, പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അത് കുറച്ച് അനുഭവിച്ചു കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് ഒന്ന് കുറയും. അപ്പോൾ ഉറപ്പായിട്ടും ദേവിയുടെ ബ്ലെസ്സിങ്സ്, ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോഴാണ് അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുക. യെസ്, ഫിയർ ആണ്. ഇതിൽ പലവരും വളരെയധികം പേടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സണും ആയിരിക്കാം. അപ്പൊ ഇവിടെ പേടിച്ച് പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടുണ്ട്. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ വിജയിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചില പേടിയും, നമുക്ക് പിറകിലേക്ക് പോകണം, മുന്നോട്ട് പോകണ്ട, പിറകിലേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തോന്നിക്കും. അപ്പൊ അതൊന്നും കാര്യമൊക്കെ എടുക്കരുത്, പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക. കാരണം എന്താന്ന് വെച്ചാൽ
ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പലവരും പേടിച്ചൊക്കെ ഇരിക്കുന്നവരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഓക്കെ, പേടിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേടി വരുമ്പോൾ നിങ്ങൾ പുറകിലേക്ക് മാറും, പുറകിലേക്ക് വലിയും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്താറായി. അപ്പോൾ അത് എന്താ പറയുക, അവിടെ നിന്ന് പേടിച്ച് പിന്തിരിയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിലും ചിലപ്പോൾ പേടിച്ച് നിൽക്കുന്നുണ്ടാകാം. അത് റിയൂണിയൻ സംഭവിക്കാറായതിൻ്റെ ഒരു ലക്ഷണവും കൂടിയാണ്, പേടിയും ആ ഒരു വൈബ്രേഷൻ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സ്ട്രേഞ്ചർ കിട്ടിയിട്ടുണ്ട്, കാനഡ, ഒമാൻ, തേഴ്സ്ഡേ, വിർഗോ, സോഷ്യൽ മീഡിയ, ഇറിറ്റേറ്റഡ്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്, 6 ദിവസത്തിലെ ഡിസ്കൗണ്ട് ആണ്. പേഴ്സണൽ റീഡിംഗ് അപ്പോൾ സെപ്റ്റംബർ 15-ാം തീയതി ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അവൈലബിൾ ആയിരിക്കുന്നത് 21-ാം തീയതി വരെ ആയിരിക്കും. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.